നമസ്കാരം. പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷാൽ പുഷ്പങ്ങളാണ്. അതിൽ ആദ്യത്തേത് മുക്കുറ്റിയാണ്. രണ്ടാമത്തേതായ പുഷ്പം നീല ശംഖുപുഷ്പമാകുന്നു. ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പത്തെ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും അമ്മേ നാരായണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പുഷ്പമായ മുക്കുറ്റിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിശ്ചയദാർഢ്യം നിങ്ങളിലുണ്ട്. ഉറച്ച മനസ്സ് പല അവസരങ്ങളിലും നഷ്ടമാകുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദോഷകരമായ ഒരു കാര്യമാകുന്നു. ഉറച്ച മനസ്സോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ചില അവസരങ്ങളിലും മാറി ചിന്തിക്കുകയോ അല്ലെങ്കിൽ മനസ്സ് ഒരു കാര്യത്തിലും ഉറപ്പിച്ചു നിർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ശ്രദ്ധയുള്ളവരാണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നവരുമാകുന്നു. എന്നാൽ ഉറച്ച മനസ്സോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. മത്സരബുദ്ധി ജീവിതത്തിൽ പ്രകടമാക്കുന്നവരാണ് നിങ്ങൾ. ലക്ഷ്യബോധത്തോടെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ലക്ഷ്യബോധം എടുത്ത് പറയേണ്ടതായ പ്രത്യേകതയാകുന്നു. എല്ലാ കാര്യവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്നതും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. എവിടെയും വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഇവർ. ജീവിതത്തോട് വല്ലാത്ത ഒരു അഭിനിവേശമുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റുള്ളവർ ഇവരുടെ സംസാരവും സാന്നിധ്യവും ആഗ്രഹിക്കുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ അത്രമേൽ സൗഹൃദം ഉണ്ടാവുകയോ പെട്ടെന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുവാൻ സ്ഥാനം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നവർ കൂടിയാകുന്നു. പലപ്പോഴും അമിതമായ സംഘർഷങ്ങൾ, അമിതമായ ടെൻഷനുകൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവർ കൂടിയാണ് ഇവർ. സ്നേഹത്താൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. ശത്രുക്കളെ പോലും നിങ്ങൾക്ക് മിത്രങ്ങളാക്കി മാറ്റുവാനുള്ള കഴിവുണ്ട് എന്നതാണ് വാസ്തവം. മറ്റുള്ളവരുടെ ദുഃഖം, പ്രത്യേകിച്ചും തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ദുഃഖം സഹിക്കാൻ സാധിക്കാത്ത വ്യക്തികളും വല്ലാതെ വേദനിക്കുന്നവരുമാണ് ഇവർ. ഇവരെ താഴ്ത്തി പറയുന്നത് ഇവർക്ക് സഹിക്കാനാകുന്നതായ കാര്യമല്ല. തീർച്ചയായും പ്രതികരിക്കുന്നവരാകുന്നു. ആപത്തുകളിൽ അസാമാന്യമായ സാമർഥ്യത്താൽ വിജയങ്ങൾ നേടുവാനോ അത് തരണം ചെയ്യുവാനോ സാധിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഉന്നതമായ പദവികൾ ഇവരെ തേടി എത്തുന്നതുമാണ്. അനാവശ്യമായ ചിലവുകൾ ജീവിതത്തിൽ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുകയും പലപ്പോഴും അതിൽ പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു. എന്നാൽ പലപ്പോഴും ശരിയായ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല എന്നത് ഇവരെ പരാജയമായി തന്നെ പരാമർശിക്കാം. എന്നാൽ അത്തരം കാര്യങ്ങൾ തിരുത്തുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന മനസ്സ് ഇവർക്കുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാകുന്നു. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവർ ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കണം എന്നില്ല. ഇവരുടെ നല്ല മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ പിന്നീട് വൈകിയായിരിക്കും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത്തരം നിമിഷങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് അധികം ആയുസില്ല എന്നതാണ് വാസ്തവം.
ആരെയും അധികം വിശ്വസിക്കാത്തവരാണ് നിങ്ങൾ. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് പ്രവൃത്തികളിൽ ഏർപ്പെടാത്ത വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. എപ്പോഴും ഒരല്പം സംശയം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. വിശ്വസിച്ചാൽ പിന്നീട് അവരെ ഒരിക്കലും കൈവിടില്ല എന്നതാണ് വാസ്തവം. വിശ്വസ്തർക്ക് വേണ്ടി, തങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവർ തന്നെയാണ് ഇവർ. ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. ആരുടെയും മുൻപിൽ തല കുമ്പിട്ട് നിൽക്കുന്നവരല്ല ഇവർ. എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്നവരാണ് എന്നതാണ് വാസ്തവം. ധൈര്യം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ആ ധൈര്യം കൈമോശം വരാതെ മുന്നോട്ട് തന്നെ പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ പുഷ്പമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കഠിനാധ്വാനികളാണ് നിങ്ങൾ. കഠിനാധ്വാനത്തോടെ പ്രവർത്തിക്കുവാൻ മടിയില്ലാത്തവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിരീക്ഷണ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. നിരീക്ഷണ പാഠവുമുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിഷ്കളങ്കരായ വ്യക്തികളാകുന്നു. മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോവുകയും ആ പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പലപ്പോഴും പല കാര്യങ്ങളും ജീവിതത്തിൽ ദോഷകരമായി സംഭവിക്കുന്നവരാകുന്നു. അത് തടസ്സങ്ങളാകാം, അല്ലെങ്കിൽ മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ കാര്യങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഇത്തരം പ്രശ്നങ്ങളിൽ തളരാതെ ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഈശ്വര വിശ്വാസികൾ തന്നെയാണ് ഇവർ. പല അവസരങ്ങളിലും ഇവരുടെ ജീവിതത്തിൽ ഈശ്വര അനുഗ്രഹം തുണയായി ഭവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇവർ പോലും പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാകുന്ന, ആപത്തുകളിൽ നിന്നും രക്ഷ നൽകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നതായ അത്ഭുതങ്ങൾ തന്നെയാകുന്നു. മറ്റുള്ളവരോട് പലപ്പോഴും സ്നേഹം, ദയ എന്നിവ വച്ച് പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നതും നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതായ കാര്യങ്ങളാകുന്നു. കഠിനാധ്വാനികൾ തന്നെയാണ് നിങ്ങൾ. കഠിനാധ്വാനത്തോടെയുള്ള ശ്രമങ്ങൾ ഫലം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം, എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശാന്തരാണ് നിങ്ങൾ. വിശ്വസ്തരായ വ്യക്തികൾ കൂടിയാകുന്നു. അതിനാൽ പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ ഒപ്പം നിർത്തുവാൻ ആഗ്രഹിക്കുന്നവരും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്തു നൽകുന്നവരുമാണ് നിങ്ങൾ. പലപ്പോഴും ജീവിതത്തിൽ സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ് നിങ്ങൾ. പുതിയ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ലഭിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകത തന്നെയാകുന്നു. എന്നാൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ വളരെ കുറച്ച് വ്യക്തികൾ മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അവർ പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നത് നിങ്ങളുടെ ഭാഗ്യമായി തന്നെ പരാമർശിക്കാം. സാമ്പത്തിക ക്ലേശങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. സാമ്പത്തികപരമായ പരാധീനതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് ഇവർ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. പുതിയ അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഈ കാരണത്താൽ തന്നെ ജീവിതത്തിൽ സൗഖ്യം വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ധനപരമായ ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പല വിധത്തിലുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. കൂടാതെ പലപ്പോഴും പല അവസരങ്ങളിലും ജീവിതത്തിലേക്ക് കടന്നു വരികയും അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാതിരിക്കുകയോ നിങ്ങൾക്ക് അത്തരം സാഹചര്യങ്ങൾ മൂലം പ്രതീക്ഷിക്കുന്ന നേട്ടം വന്നു ചേരാത്തതായ സാഹചര്യങ്ങളോ ഉണ്ടായിട്ടുള്ളവരാകുന്നു. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വാതിൽ തുറന്നു തരും എന്നതാണ് വാസ്തവം. ശരിയായ രീതിയിൽ അത്തരം കാര്യങ്ങളെ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം മത്സര ബുദ്ധി പല കാര്യങ്ങളിലും
പ്രകടിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാനും ലാഭം നേടിയെടുക്കുവാനും സാധിക്കും. അമിതമായ സംഘർഷം അനുഭവിക്കുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. തിരിച്ചടികളിൽ അസാമാന്യമായ സാമർഥ്യത്താൽ തിരിച്ചു വരാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക.